ഗൈസ്, ഞായറാഴ്ചത്തെ കുറച്ച് കുക്കിംഗ് അടുക്കള വിശേഷങ്ങൾ കണ്ടാലോ. അപ്പോൾ ഞാൻ ഇന്ന് കോളിഫ്ലവർ കറിയും അതേപോലെ തന്നെ സോയാബീൻ വറുത്തതാണ് ഉണ്ടാക്കുന്നത്. നോമ്പ് തുടങ്ങിയാൽ പിന്നെ നമ്മുടെ ചിക്കനും മട്ടനും മീനും ഒക്കെ ഈ സോയാബീനും കോളിഫ്ലവറും ആയിരിക്കും. അതൊന്ന് അരിഞ്ഞ് വേവിച്ച് വെച്ചപ്പോഴേക്കും ഞാൻ തുണി ഒന്ന് മടക്കാനായിട്ട് എടുത്തിട്ടു കേട്ടോ. ഞാനും തുമ്പിമോളും കൂടിയാണ് എടുത്തിടുന്നത്. സുധിച്ചേട്ടൻ സുക്രുവിനെ പുറത്ത് പോയിട്ട് വന്നപ്പോൾ നമ്മുടെ ഓറഞ്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിന് ഭയങ്കര വിലക്കുറവായിരുന്നു. അപ്പോൾ 2 കിലോ ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജ്യൂസ് അടിച്ച് കുടിക്കാണ്ട് ഈ ഒരു ചൂടത്ത് നമ്മൾ ഈ ഒരു ജ്യൂസ് നല്ല റിഫ്രഷിംഗ് ആയിട്ട് നമുക്ക് തോന്നും കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുമായിരുന്നു. നല്ലോണം ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ സുധിച്ചേട്ടനും അതൊക്കെ ഇരുന്ന് കുടിച്ചു. അപ്പോഴേക്കും സുധിച്ചേട്ടൻ വന്നപ്പോൾ സുക്രുവിന് ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നു. സുക്രുവിൻ്റെ ഐസ്ക്രീം തിന്നതിന് ശേഷം തുമ്പിടെ കൈയിട്ട് വരാനായിട്ട് അവൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ സോയാബീൻ വറുത്തതും നമ്മുടെ കോളിഫ്ലവർ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കൂട്ടത്തിൽ നമ്മുടെ കട്ടത്തൈര്, മിൽക്കി മിസ്റ്റിൻ്റെ കട്ടത്തൈരും കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയേ വേണ്ട. ഞാൻ ഉണ്ടാക്കിയത് ഇങ്ങനെ പുകഴ്ത്തുന്നതല്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്. സത്യമായിട്ടോ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കും. നല്ല ടേസ്റ്റാണ്. നമുക്ക് മീനും ഒന്നും വേണ്ടാന്ന് തോന്നും. കുറച്ച് അച്ചാറും കുറച്ച് തൈരും കൂടെ ഇട്ടിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും സന്തോഷമായിരിക്കും. അപ്പോൾ അത്രയുള്ള